നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമുക്കൊരു ബംഗാൾ വിഷയത്തിലേക്ക് തിരിച്ചു പോയാലോ. കാരണം സുവേന്ദു അധികാരി ശക്തമായ ഒരു അടിത്തറയോടെ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായി 3-2 ഭൂരിപക്ഷത്തോടെ, അതായത് അജയനായ മുഖ്യമന്ത്രിയായി അധികാരപ്പെട്ടു. അവിടെ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് പിളരാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. ചില മുതിർന്ന നേതാക്കൾ, അതായത് ഈ മമതയോടൊപ്പം പ്രവർത്തിച്ച ചില നല്ല നേതാക്കൾ, അവർ വളരെ എന്താ പറയുക, വലിയ പ്രതിഷേധവുമായിട്ട് അവർ മമതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മമതയ്ക്കെതിരെ മാത്രമല്ല, മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്കെതിരെയും ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. കേവലം നേതാക്കളിൽ നിന്ന് മാത്രമല്ല, താഴെത്തട്ടിൽ നിന്ന്. അതിപ്പോഴല്ല, 2020 അഭിഷേക് ബാനർജിയുടെ ചില ഏകാധിപത്യപരമായ നടപടി പ്രതിഷേധിച്ചാണല്ലോ സുവേന്ദു മമതയുടെ കൂട്ടത്തിൽ നിന്നും വിട്ടിറങ്ങുന്നതും 2021 മമതയെ തൂക്കിത്തറടിക്കുന്നത്. മമതയ്ക്ക് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അത് സുവേന്ദു അധികാരി ഒരു നന്ദിഗ്രാം ഹീറോയാണ്. നന്ദിഗ്രാം പ്രൊട്ടസ്റ്റ് പ്ലാൻ ചെയ്തതും അത് നടപ്പാക്കിയതും ഈ പറഞ്ഞതുപോലെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തതും അവിടെ വാസ്തവത്തിൽ സുവേന്ദു അധികാരിയാണ്. പക്ഷെ അതിന്റെ നേട്ടം കൊയ്തത് മമതയാണ്. മമത ഒരു ബംഗാളിലെ ഒരു അറിയപ്പെടുന്ന നേതാവായതുകൊണ്ട് ഈ നന്ദിഗ്രാം ഇഷ്യൂവിനെ ബംഗാൾ മുഴുവനും വ്യാപിപ്പിക്കുകയും ബംഗാളിൽ മുഴുവനും അത് ചർച്ചാ വിഷയമാക്കുകയും അതിലൂടെ നേട്ടം കൊയ്യുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. പക്ഷേ ആ ഒരു പ്രൊട്ടസ്റ്റ്, നന്ദിഗ്രാം, സിംഗൂർ എന്ന് പറയുന്ന 2 സ്ഥലത്തെ പോലീസ് വെടിവയ്പ്പും കർഷകർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളും ഏറ്റവും ഫലവത്തായി ഒരു പ്രതിഷേധമായി, ഒരു പ്രക്ഷോഭമായി, അതിനെ ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റി അതിനെ നയിച്ചതും സുവേന്ദു അധികാരിയാണ്. പക്ഷേ സുവേന്ദു അധികാരിയാണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് മമതയാണ്. പക്ഷേ മമതയാണ് ഇത് ക്രെഡിറ്റ് ഏറ്റെടുത്തതെങ്കിലും അതിന്റെ രണ്ടാമത്തെ ക്രെഡിറ്റ് ഡെപ്യൂട്ടി ക്രെഡിറ്റ് ഏറ്റെടുത്തത് അഭിഷേക് ബാനർജി. അവിടെയാണ് ഈ തർക്കം ഉണ്ടാകുന്നതും ഈ മമതയും സുവേന്ദുവും തെറ്റിപ്പിരിയുന്നു. പക്ഷെ സുവേന്ദു ചില്ലറക്കാരൊന്നുമല്ല. പഴയ ശിശിർ അധികാരി എന്ന കരുത്തനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ മകനാണ്. അങ്ങനെയാണല്ലോ ആദ്യമേ ഈ അച്ഛനും സുവേന്ദുവിന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളൊക്കെ ആയിരുന്നു എന്നാണ്. കോൺഗ്രസിന്റെ ആ ഒരു LKG പഠിച്ച് തുടങ്ങിയതാണ്. കോൺഗ്രസ് കളരിയിൽ പഠിച്ചിറങ്ങിയതാണ് സുവേന്ദു. അല്ല, അത് ഈ നമ്മുടെ ജ്യോതി ബസു അധികാരത്തിൽ വരുന്നത് വരെ, CPM അധികാരം നേടുന്നത് വരെ അവിടെ കോൺഗ്രസ്സിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. നമുക്കറിയാം, ബംഗാൾ പൊതുവെ ഈ വിപ്ലവകാരികളുടെ നാടാണ്. അവിടെ നിന്ന് ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അവിടെ നിന്ന് ഉയർന്നു വന്ന ഈ ഇന്ത്യൻ ദേശീയതയുടെ, ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഒരു വലിയ എന്താ പറയുക, നവോത്ഥാനത്തിൻ്റെ ഒക്കെ വലിയ കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിനും അവിടെ വലിയൊരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും അവകാശപ്പെടാനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് അങ്ങ് പോയി. ഈ രാജ്യ വിഭജനം തന്നെ കോൺഗ്രസിനെ വാസ്തവത്തിൽ തകർത്തു. ബംഗാളിൽ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വിഭജനമാണ് എന്ന് ഞാൻ കരുതുന്നു. അതിന് ഒരുപാട് ഈ ഗാന്ധി സ്വീകരിച്ച ഈ വിഭജനത്തിൽ ബംഗാൾ വിഭജിക്കപ്പെട്ടപ്പോൾ സ്വീകരിച്ച നിലപാടുകൾ, അവിടെ അതിലേക്കൊക്കെ നമ്മൾ പോയാൽ വലിയ വിവാദമുണ്ടാകും. പക്ഷേ വിവാദങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കരുത്. അവിടെ ഗാന്ധിക്ക് തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരുന്നതിൽ നമ്മൾ ഒട്ടും തന്നെ ഒരു എന്താ പറയുക, ഉപേക്ഷ വിചാരിക്കരുത്. അത് സത്യമാണ്. അന്ന് ഒരു പക്ഷേ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ അന്ന് അവിടെ അത്രയും വലിയ വർഗീയ ലഹളകൾ ഉണ്ടാകില്ലായിരുന്നു, കൂട്ടക്കൊലകൾ, വംശഹത്യകൾ ഉണ്ടാകില്ലായിരുന്നു, അനേകം സ്ത്രീകൾ, ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ അവിടെ സംഭവിച്ചു. അതുപോട്ടെ, ആ ചരിത്രമെല്ലാം പഴങ്കഥ. അതിൽ നിന്ന് പോരാട്ട വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയും പിന്നീട് കോൺഗ്രസ് തകരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വരുന്നത്. അതെ. പിന്നെ അവിടെ കയ്യിരിപ്പ് കൊണ്ട് 35 വർഷത്തെ കയ്യിരിപ്പ് കൊണ്ടാണ്, 34 കൃത്യമായിട്ട് പറഞ്ഞാൽ 34 വർഷത്തെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇന്ന് ഉപ്പുവെച്ച കലം പോലെ പാർട്ടി തകർന്ന് തരിപ്പണമായത്. അതെ, ഇന്ന് മമതയുടെ കയ്യിലെത്തിയപ്പോൾ എന്താ പറ്റിയ? CPM ബ്രാഞ്ച് തലം തൊട്ട്
ജില്ലാ കമ്മിറ്റികൾ വരെയുള്ള ഓഫീസുകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യം. അന്നിട്ട് പൂട്ടായിരുന്നു. അതെ അതെ, ആകെ കൽക്കട്ടയിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലീസ് കാവലിൽ പ്രവർത്തിച്ചു. കാരണം അതും കൂടി അടയ്ക്കേണ്ടി വന്നാൽ മമതയ്ക്ക് വലിയ ചീത്തപ്പേരാകും. കാരണം മമതയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പിൽ കഴിവില്ലാത്ത, കഴിവുകെട്ട ആഭ്യന്തര വകുപ്പും കഴിവുകെട്ട പോലീസ് സേനയുമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ ഉൾപ്പെടെ അവിടെ താഴിട്ട് പൂട്ടിയ ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോ എല്ലാം അമിത്ഷായ്ക്ക് സ്തുതി അതെ, പറയുന്നുണ്ട് അവര്. അല്ലല്ല, അത് അവിടുത്തെ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും അതിന്റെ നന്ദിയുണ്ട്. CPM മാത്രമല്ല കേട്ടോ, കോൺഗ്രസിന്റെയും 1-2 ഓഫീസുകൾ അങ്ങനെ തുറന്നു, കയ്യേറി വെച്ചിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബംഗാളിൽ SDPIക്കും സ്വാധീനമുണ്ട് എന്നുള്ളതാണ്, ചില സ്ഥലങ്ങളിലെങ്കിലും. പക്ഷെ ഏറിയ കൂറും ഈ തൃണമൂലുമായി ബന്ധപ്പെട്ടാണ് ഈ ഗുണ്ടകളെല്ലാം പ്രവർത്തിക്കുന്നത്, ക്രിമിനലുകളെല്ലാം പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മമതയ്ക്കൊപ്പം നിന്ന ചില നല്ല നേതാക്കൾ, അവരുടെയൊക്കെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അവർ വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച് പുറത്തു പോകാനുള്ള ഒരുക്കത്തിലാണ്. മമതയെ തള്ളിപ്പറയുന്നു. ഒരു പക്ഷേ തൃണമൂലിൻ്റെ 29 MP-മാർ തൃണമൂല് ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നേക്കും എന്നു വരെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം നമ്മൾ നേരത്തെ രാഘവ് ചദ്ദയുടെ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, രാഘവ് ചദ്ദയെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ തന്നെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞിരുന്നതാണ്, രാഘവ് ചദ്ദ നേരെ BJPയിലേക്ക് പോകും, വലിയ പൊട്ടിത്തെറി ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടാകും എന്ന്. എത്ര MP-മാർ അദ്ദേഹത്തോടൊപ്പം പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. അത്ര ആഴത്തിൽ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത് എന്ന കൃത്യമായ ഒരു വിവരം ഡൽഹിയിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോഴാണ് ഒടുവിൽ എന്താ പറയുക, ഈ ഉള്ളി തൊലിക്കുന്നത് പോലെ തൊലിച്ചു വന്നപ്പോൾ 10-7 MP-മാരും രാഘവ് ചദ്ദയോടൊപ്പം BJPയിൽ. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ DMKയുടെ 22 പേര് അവരിപ്പോ പ്രത്യേക ബ്ലോക്ക് ആയിട്ടിരിക്കുകയും കനുമൊഴി ലോക്സഭാ സ്പീക്കർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. വേറെ വഴിയില്ല, കിണ്ടിയുടെ വായിൽ നിന്ന് വിളിച്ചടിയും. അതെ അതെ അതെ. അല്ല, ഇന്ത്യ മുന്നണി ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മമത വീഴുന്നതോടുകൂടി സത്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ പ്രബലരാരൊക്കെയാണ്? ഇന്ത്യ മുന്നണിയിൽ പ്രബലർ നേതാക്കളെ എടുത്തു നോക്കിയാൽ മമത, അഖിലേഷ് യാദവ്, സ്റ്റാലിൻ, പിന്നെ വേണമെങ്കിൽ ലാലുവിനെ കൂടെ കൂട്ടാം. സത്യത്തിൽ രാഹുലിനെ വെറൊരു കോമാളിയെ പോലെയാണ് ഇവരൊക്കെ കരുതുന്നത്. ഒരു ലോക്സഭയിലൊക്കെ ഒരു സഹകരണം ഇല്ലാതെയാണ് മമത വളരെ നേരത്തെ. മമത മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിൽ UPയിൽ നിന്ന് കേട്ട, ഇന്നലെ രാത്രി കിട്ടിയ ഒരു വാർത്ത, UPയിൽ അഖിലേഷ് യാദവ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഒരു കാരണവശാലും അദ്ദേഹം കോൺഗ്രസുമായിട്ട് വിട്ടുവീഴ്ചയ്ക്കില്ല. അതായത് എങ്ങനെയാണോ ലാലുവും മകൻ തേജസ്വിയും ചേർന്ന് ബീഹാറിൽ കോൺഗ്രസിനെ കൈകാര്യം ചെയ്തത്, സമാനമായിരിക്കും UPയിലും. അതായത് അഖിലേഷ് യാദവ് കൊടുക്കും ഈ എന്താ പറയുക, അഖിലേഷ് യാദവിന് ആവശ്യമില്ലാത്ത ചില സീറ്റുകൾ, അഖിലേഷ് യാദവ് ജയിക്കില്ല എന്ന് തോന്നുന്ന സീറ്റുകൾ, അത് കോൺഗ്രസിന് കൊടുക്കും. വേണമെങ്കിൽ നിങ്ങൾ അവിടെ മത്സരിച്ചോ, ഇല്ലെങ്കിൽ പൊതിഞ്ഞു കെട്ടിപ്പോയിക്കോ. കാരണം തമിഴ്നാട്ടിലെ അനുഭവം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും. അതെ അതെ അതെ. ഈ തമിഴ്നാട്ടിൽ കാണിച്ച മണ്ടത്തരം വലിയ രീതിയിൽ അവരെ UPയിൽ ബാധിക്കും എന്ന് തീർച്ചയാണ്. അവിടെ ഞാൻ ഇന്നലെ രാത്രിയിൽ അഖിലേഷ് യാദവ് പിന്നെ പ്രമുഖരുമായിട്ട് ചർച്ച ചെയ്യുന്ന, ഞാൻ അതിൻ്റെ ദൃശ്യങ്ങളടക്കം കണ്ടായിരുന്നു. പ്രമുഖരുമായിട്ട് ചർച്ച ചെയ്യുന്നു, പാർട്ടി നേതൃത്വത്തെ, അതായത് സമാജ്വാദി പാർട്ടിയുടെ UPയിലെ നേതാക്കളെ എല്ലാം വിളിച്ച് സംസാരിക്കുന്നു, ചില പ്രമുഖരെ പോയി കാണുന്നു. അതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് അത് ലഭ്യമാണ്. അപ്പോൾ അദ്ദേഹം തയ്യാറെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന. പക്ഷെ അവിടെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെയുള്ളവർ പറയുന്നു, സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നു, കോൺഗ്രസ്സിന് അവരാഗ്രഹിക്കുന്ന സീറ്റുകൾ കൊടുക്കില്ല, സമാജ്വാദി പാർട്ടിക്ക് താല്പര്യമുള്ള സീറ്റുകൾ ഏതാനും സീറ്റുകൾ കൊടുത്താലായി. കാരണം കോൺഗ്രസ്സിന് കൊടുക്കുന്ന ഒരു സീറ്റിലും അവർ ജയിക്കാൻ സാധ്യതയില്ല, ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ്സിന് കണ്ണുടച്ച് സീറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഇനി ഇല്ല. നമ്മൾ തിരിച്ച് ബംഗാളിലേക്ക് വരുമ്പോൾ ഓർഗനൈസർ പാർ എക്സലൻസ് എന്നൊരു സവിശേഷതയോടെയാണ്, ആ വിളിപ്പേരോടെയാണ് ഇപ്പോൾ നമ്മുടെ
ബാനർജി, അത് സുവേന്ദു അധികാരി എത്തിയിരിക്കും, അധികാരത്തിൽ കയറിയിരിക്കുന്നത്. ആ അധികാരിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ മുഖ്യമന്ത്രി എന്ന മമതയെ സുപ്രീം കോടതി വിളിച്ചതാണ്. ആ ബംഗാളിനെ ഒരു ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ബംഗാളിനെ വിമുക്തമാക്കുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുക. പിന്നെ സാമ്പത്തിക രംഗത്ത് ഒരു കാലത്ത് ബംഗാളിനും കൊൽക്കത്തയ്ക്കും ഉണ്ടായിരുന്നൊരു മേൽക്കൈ, അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. അതൊക്കെ മമതയുടെ കാലത്ത് മൊത്തത്തിൽ നശിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിലേക്ക് മൊത്തം ബംഗാളികൾ, നമ്മളെല്ലാവരും ആരെ കണ്ടാലും ബംഗാളികൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇനി അതൊന്നും നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമിത്ഷായുടെ വ്യക്തമായ ഉത്തരവാണ്. എന്തായാലും നമ്മുടെ BSFന്റെ കീഴിലുള്ള അതിർത്തിയിൽ ഇന്ന് അധികാരമേറ്റല്ലേ ഉള്ളൂ സുവേന്ദു അധികാരി. ഏറ്റവും ആദ്യത്തെ ഉത്തരവ് ഒരു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് ഈ അതിർത്തിയിൽ ഫെൻസിങ്ങിന് വേണ്ടുന്ന ഭൂമി കൈമാറ്റം ചെയ്തുകൊണ്ട്. സുവേന്ദു അധികാരിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത ഒരാള് അവിടുത്തെ ഒരു വനിതാ നേതാവാണ് BJPയുടെ അഗ്നിമിത്ര പോൾ. അവർ വളരെ മമതയ്ക്ക് ഒത്ത എതിരാളിയായിട്ട് നിന്ന ഒരാളാണ്. സുവേന്ദു അധികാരി മാത്രമല്ല, BJPയുടെ ഒരു തീപ്പൊരി വനിതാ നേതാവ് കൂടിയാണ് ഇവർ. വലിയ ബഹളമുണ്ടാക്കുന്ന ആളല്ല, പക്ഷേ അവർ വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനും അത് മമതയ്ക്കെതിരെ മുന്നോട്ട് നയിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു നേതാവാണ്. അവരും ഇപ്പോൾ അധികാരമേറ്റിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു 5 ഉത്തരവുകളിൽ ഒന്ന് ഈ ഫെൻസിങ്ങിന് വേണ്ടുന്ന, വേലി കെട്ടാൻ വേണ്ടുന്ന ഭൂമി, റവന്യൂ ഭൂമി BSFന് കൈമാറിക്കൊണ്ടുള്ളതായിരിക്കും. കാരണം 10 തവണ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടും ഇവരത് ചെയ്തില്ല. പിന്നെ അങ്ങനെ ആ കേസ് കൊൽക്കത്ത ഹൈക്കോടതി വന്നു. കൊൽക്കത്ത ഹൈക്കോടതി അനുകൂലമായി, കേന്ദ്ര സർക്കാരിന് അനുകൂലമായി വിധി വന്നിട്ടും മമത അത് നടപ്പാക്കിയില്ല. അതൊടുവിൽ സുപ്രീം കോടതിയിൽ വരെ എത്തി. അപ്പോഴാണ് സുപ്രീം കോടതി മമതയോട് നിങ്ങൾക്ക് കൂറ് ഈ നാടിനോടാണോ അതോ അയൽ രാജ്യത്തോടാണോ എന്ന് പോലും ചോദിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഫെൻസിങ്ങിന് വേണ്ടുന്ന, വേലി കെട്ടാൻ വേണ്ടുന്ന ഭൂമി ഏറ്റവും വേഗത്തിൽ കൈമാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്ക് സിംഗൂരൊക്കെ അറിയാലോ, മമത എങ്ങനെ സിംഗൂർ വഴി കയറി വന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ വികസനം മുരടിപ്പിക്കുന്ന ഒരു സമീപനമായിരുന്നു മമതയുടേത്. അപ്പോൾ അങ്ങനെ ബംഗാൾ, അതുകൊണ്ടാണല്ലോ അവിടുന്ന് എല്ലാം പലായനം, തൊഴിലാളി പലായനം നമ്മുടെ ബംഗളൂരുവിലേക്കും കേരളത്തിലേക്കും ഒക്കെ ഒരു കൂട്ട പലായനമായിരുന്നു. പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബംഗളൂരുവിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഈ ബംഗാളികൾ എന്ന് അങ്ങനെ വിളിക്കപ്പെടുന്ന വ്യക്തികളോ കുടുംബങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല. എല്ലാം നേപ്പാളികളാണ്. ഈ നേപ്പാളികൾ മൊത്തത്തിൽ അവരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതേപോലെ കേരളത്തിനും അങ്ങനെ ഗതികേട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ വോട്ട് ചെയ്യാൻ പോയ ബംഗാളി സഹോദരന്മാരൊക്കെ, ഭായിമാരൊക്കെ തിരികെ വരുമെന്ന് ഒരു വളരെ കൃത്യമാണ്. കേരളത്തിൽ പൊറോട്ടയടിച്ച് നടന്നിരുന്ന, ഇവിടുത്തെ മേസൺ പണി ചെയ്തിരുന്ന, കൂലിപ്പണി ചെയ്തിരുന്ന, നമ്മുടെ പറമ്പിൽ കിളയ്ക്കാനും പുല്ല് ചെത്താനും അടക്കം വന്നിരുന്ന ബംഗാളികളെ, ആസാമികളെ തേങ്ങയിടാൻ ഇനി അവരെ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം പതുക്കെ ബംഗാളിൻ്റെ ചിത്രം മാറും. അവിടെ വലിയ വ്യവസായ സംരംഭങ്ങൾ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ വലിയ നിക്ഷേപം അവിടേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെ നേരിട്ട് വരും. ഈ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ബംഗാളിനെ കാത്തിരിക്കുന്നത് വലിയ വലിയ പ്രോജക്റ്റുകളാണ്. നോക്കൂ, കേരളത്തിൽ നമ്മുടെ ദേശീയപാത വികസനം മാത്രം എടുത്താൽ 1 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ വെറും 5000 കോടിയാണ് കേരളത്തിൻ്റെ സംഭാവന. എന്നിട്ട് കേരളം ഞെളിഞ്ഞ് മറ്റേ ഈ പറഞ്ഞതുപോലെ കൊട്ടക്കണക്കിലെ തവളയെ പോലെ ഇവിടെ കേരളം മാത്രമാണ് ദേശീയപാത വികസനത്തിന് കേന്ദ്ര സർക്കാരിന് പണം കൊടുത്തതെന്നുള്ള വ്യാജ കള്ളം നുണ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഭരണത്തിലുണ്ടായിരുന്നത്. പല സ്റ്റേറ്റുകളും, ഗുജറാത്ത്, മഹാരാഷ്ട്ര അടക്കം ഉത്തരേന്ത്യയിലെ നിരവധി സ്റ്റേറ്റുകൾ, നമ്മുടെ തൊട്ടയൽവക്കത്ത് തമിഴ്നാട്, കർണാടക ഒക്കെ അവരുടെ വിഹിതം, ദേശീയപാത നിർമ്മാണത്തിന് അവർ നൽകിയ വിഹിതത്തെക്കുറിച്ചുള്ള കണക്ക് പുറത്തു വന്നപ്പോഴാണ് അമ്മാവനും മരുമോനും ഈ പറഞ്ഞതുപോലെ നാണം കെട്ടുപോയത്. ഇരിക്കട്ടെ, ആ 1 ലക്ഷം കോടി രൂപയിൽ ഏതാണ്ട് ശമ്പള ഇനത്തിൽ മാത്രം ഒരു 25,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ 25,000 കോടി രൂപയും കൊണ്ടുപോയത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. മലയാളികൾ അത് ആ 25,000 കോടി നേടിയെടുക്കാൻ മലയാളി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബംഗാളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഒക്കെ നടക്കുമ്പോൾ
തീർച്ചയായിട്ടും ബംഗാളികൾക്ക് അവിടെ ജോലി ലഭിക്കും. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് കേരളത്തിൽ വന്ന് ഇനി പൊറോട്ട അടിക്കാൻ അവരുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു കണക്കിന് അത് നല്ലതാണ്. അവരുടെ നാട്ടിൽ അവരുടെ അധ്വാനം അവരുടെ സംസ്ഥാനത്ത് വിനിയോഗിച്ചുകൊണ്ട് സമാധാനപരമായിട്ട് അവിടെ ജീവിക്കട്ടെ. മലയാളി പറഞ്ഞതുപോലെ തൊഴിലില്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന മലയാളി കേരളത്തിലെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇതിപ്പോൾ ദേശീയപാത നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. ഇനി ആ കാര്യത്തിൽ ഇനി പ്രതീക്ഷിക്കേണ്ട. പക്ഷെ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ കേരളത്തിൽ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന തരത്തിലേക്ക് അത് ചെന്ന് ചേരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. അതിന് പുതിയ സർക്കാരാണ്, പുതിയ സർക്കാർ UDF സർക്കാരിന് എന്ത് ചെയ്യുമെന്ന് കണ്ടറിയണം. അല്ല, അത് അവർ വളരെ നയപരമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കും, നടപ്പാക്കും. നമുക്കങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ പറഞ്ഞു വന്ന ബംഗാളിൻ്റെ കാര്യത്തിൽ സുവേന്ദു അധികാരി ബംഗാൾ കണ്ട ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണുള്ളത്. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ വ്യവസായങ്ങളുടെ ശ്മശാന ഭൂമിയായ ഒരു സംസ്ഥാനമായി ആക്കി ബംഗാളിനെ ഈ 34 വർഷം ഭരിച്ച ഇടതുപക്ഷവും 15 കൊല്ലം ഭരിച്ച മമതയും ചേർന്ന് അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നു. അവിടെ നിന്ന്, അതായത് 0-ൽ നിന്നല്ല, നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങേണ്ടത് സുവേന്ദു അധികാരിക്ക്. അങ്ങനെ ഒരു വലിയ ദൗർഭാഗ്യം ബംഗാളിന് ഉണ്ടായിരിക്കുന്നു. ആ അവസ്ഥയിൽ നിന്ന് ബംഗാളിനെ കൈപിടിച്ചുയർത്താൻ സുവേന്ദു അധികാരിക്കും കൂട്ടർക്കും കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാലം തെളിയിക്കേണ്ടതാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ പിന്തുണയുണ്ടാകും. ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ഭുതങ്ങൾ ബംഗാളിൽ നിന്നും കേൾക്കാം, വാർത്തകൾ കേൾക്കാം, പ്രതീക്ഷിക്കാം.